السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد. എവിടെ നിർത്തിയത് നമ്മൾ? പാഠം അവസാനിച്ചല്ലോ. എവിടെ? ഇനി തമാരിന്നല്ലേ തുടങ്ങേണ്ടത്? തമാരീൻ തുടങ്ങണോ? തമാരീൻ തുടങ്ങണം. ഏത് തമാരീൻ? പിന്നെ നമ്മള് മുത്താബഖത്തുൽ മുബ്തദഇ പറഞ്ഞു. അതെ അതെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ തമാരീൻ വായിക്കണം. ജഅൽ അതിന്റെ തമാരീനാണ്. തമാരീൻ തുടങ്ങുകയല്ല. 92 ആണ് കഴിഞ്ഞില്ലേ? പേജ്. 92. ലുക്മാൻ സാഹിബിനെ ഒന്നും കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലല്ലേ? കഴിഞ്ഞ പ്രാവശ്യം കാണാത്ത ഏതാ സഹാക്കളാ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടായിരുന്നു അശ്വപ്പം. നിങ്ങളെ ഫോണ് മാറിയോ? അത് പേര് നെയിം മാറ്റിയിട്ടതാണ്, മോള് മാറ്റിയിട്ടാണ്. എന്റെ മോള് മോള് ചെറിയ കുട്ടിയാ? ചെറിയ മാഷാ അല്ലാ. മോളെ പേര് കൊടുത്തായിരിക്കും. മോളെ പേര് അവർക്ക് സൂം മീറ്റിംഗ് ഉണ്ടാകുന്നുണ്ട്, അപ്പൊ അവര് കൊടുത്താണ്. ഓ അങ്ങനെ. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ഞാൻ ഇപ്പൊ നോക്കുമ്പോ പേര് മാറിയില്ല. ഞാൻ കയറി ഉടനെ നോക്കി. ഫസ്റ്റിൽ കയറിയത് നിങ്ങളായിരുന്നല്ലോ. അപ്പൊ അതെ. കയറി ഉടനെ നോക്കിയത് ആരാണ്? ഹമൈസ എന്നാണ് കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മാരിയ വന്നത്. ശരി. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളില്ലായിരുന്നു, ലുക്മാൻ സാഹിബ് ഇല്ലായിരുന്നു. ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം യാത്രയിൽ പെട്ടു സ്ഥലം. ഓക്കെ. അത് നിങ്ങള് ലിങ്ക് അയച്ചിട്ടുണ്ടായിരുന്നു, കേട്ട് നോക്കിയാൽ ശരിയാവും. കേട്ട്. നിങ്ങൾ കിട്ടിയില്ല എന്ന് പറഞ്ഞ ലിങ്ക് ഇല്ലേ? അത് കിട്ടി സാർ. അത് രണ്ടും ഒപ്പം കിട്ടിയതല്ല. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ നോക്കണം. ഞാൻ ചിലപ്പോൾ അപ്ലോഡ് ചെയ്തിട്ട് അവിടെ നിന്ന് പേസ്റ്റ് ചെയ്യാൻ മറക്കും. അത് കോപ്പി ചെയ്യും. കോപ്പി ചെയ്തിട്ട് വാട്സപ്പിൽ കയറി വരുമ്പോഴത്തേക്ക് വാട്സപ്പിൽ വേറെ എന്തെങ്കിലും വന്ന് അതിലങ്ങ് കുടുങ്ങി പോകും. അവിടെ നിന്ന് കോപ്പി ചെയ്ത ലിങ്ക് അങ്ങ് മറന്നു പോകും. അതില് ടെസ്റ്റ് ചെയ്യുമ്പോ അത് എല്ലാം ഒരേമാതിരി അടിച്ചാൽ വരുന്നില്ല. യുപിഎം വേറെ ഓരോന്ന് നെയിം വ്യത്യാസം ഉണ്ട് തോന്നുന്നു. നമ്മൾ ഒരു പ്ലേലിസ്റ്റ് തന്നിട്ടുള്ളതാണ് എൻ്റെ ഓർമ്മ. ആ പ്ലേലിസ്റ്റിനകത്ത് വരും. അതിന്റെ മുകളിൽ പോകും. അത് തുറന്നു കഴിഞ്ഞാൽ നമ്മളുടെ പലതിലേക്കും പോകും. അതാണ്. അപ്പൊ എന്റെ സമയം എത്ര പോകുമെന്നറിയാമല്ലോ. എന്റെ സമയം എല്ലാം അതിന്റെ മേലാണ് പോകുന്നത്. ടെക്നോളജി. ഓരോ ടെക്നോളജിയും കൈകാര്യം ചെയ്യാൻ ഓരോ ആൾക്കാർ വേണം. ഓക്കെ. അപ്പൊ നമ്മളെ മുത്താബഖത്തുൽ മുബ്തദയുമായിട്ടുള്ള അതിന്റെ അപ്പൊ അത് ഖബർ മുബ്തദയും കൂടിയുള്ള മുത്താബഖത്താണ് ഉദ്ദേശിച്ചത് അല്ലേ? അതെ. ഖബറും മുബ്തദയും ഖബറും തമ്മിലുള്ള കണക്ഷൻ അല്ലെങ്കിൽ തമ്മിലുള്ള യോജിപ്പ്. എന്തിലൊക്കെ യോജിക്കും? ജെൻഡറിലും പിന്നെന്താണ്? ജെൻഡറിലും നമ്പറിലും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിലും യോജിച്ചാൽ സിഫത്തായി പോകും, വിശേഷണമായി പോകും. അതെ അതെ അതെ. ജെൻഡറിലും നമ്പറിലും യോജിക്കുക. ബാക്കി രണ്ടെണ്ണം ഉണ്ട്, അതും കൂടെ ചോദിച്ചാൽ വിശേഷണമായി പോകും. അത് വിശേഷണത്തിലോട്ട് എടുക്കുക. അല്ല ഇഫ്രാദ് വ തസ്നിയ ജം എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ തസ്കീർ തൈനീസ്, പുല്ലിംഗ സ്ത്രീലിംഗം, ഏകവചന ദ്വിവചന ബഹുവചനം.
അപ്പൊ നമ്പറിലും ജെൻഡർ. തെതുക്കീർ എന്ന് പറയുമ്പോ ഉസ്താദ് തെതുക്കീർ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം അല്ലേ? തദ്കീർ എന്ന് പറഞ്ഞാൽ ജക്കറുൻ എന്ന് പറഞ്ഞാൽ മെയിൽ, ജക്കറ എന്ന് പറഞ്ഞാൽ മെയിലാക്കി, തദ്കീർ മെയിലാക്കൽ. ദക്കറുൻ മെയില്. ജക്കറുൻ മെയില്. ആ ലിസ്സക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ എന്ന് പറഞ്ഞില്ലേ ഖുറാനില്? ലിസ്സക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ എന്ന് പറഞ്ഞു. അതാണ് ജക്കർ. സുക്രാനൻ വൈനാസ എന്ന് പറയും ജക്കറിന്റെ ബഹുവചനം. ഉൻസ സ്ത്രീലിംഗം. അന്നസ എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമാക്കി. അന്നസ യു അന്നസു തഅനീസ്, സ്ത്രീലിംഗമാക്കൽ. അത് ഇതൊക്കെ ഗ്രാമറ്റിക്കലി ഉള്ള യൂസേജ് ആണ്. ജക്കറയും അന്നസയൊക്കെ ഗ്രാമറിൽ മാത്രം യൂസ് ചെയ്യുന്നതാണ്, യൂസ് ചെയ്യില്ല. ജക്കറുൻ മെയില് ജക്കറ മെയിലാക്കി തദ്കീർ മെയിലാക്കൽ, അന്നസ മെയിലാക്കി തഅനീസ് മെയിൽ, അന്നസ ഫീമെയിലാക്കി തഅനീസ് ഫീമെയിലാക്കൽ. അപ്പൊ തദക്കറ എന്ന് പറഞ്ഞാല് നമ്മൾ ഓർമ്മിക്കൂ അങ്ങനെയൊക്കെ അല്ല നീ പഠിച്ചിട്ടുള്ളത്? അത് ഭാഷയിലാണ്. ഇവിടെ ഗ്രാമറില് ജക്കറുൻ എന്ന പദത്തിൽ നിന്നും ജക്കറ വന്നു. അപ്പോ മറ്റതെന്താണ്? ജക്കറ, ജക്കറ എന്ന മൂന്നക്ഷരം ഓർമ്മിച്ചു, ജക്കറ ഓർമ്മിപ്പിച്ചു അല്ലേ? ഗ്രാമർ വരുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. ഗ്രാമറിൽ അങ്ങനെ കുറെ യൂസേജുകളുണ്ട്. അത് ഗ്രാമറിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ആഖ്യാതം എന്നൊക്കെ പറഞ്ഞാല് സംസാരത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണോ? ഇല്ല. അതേപോലെ ആദേശ സന്ധി, ലോപസന്ധി, അത് ഏതാണ് സന്ധിവാദത്തിൽപ്പെട്ട് വരുന്ന? അതിൽ സന്ധിക്ക് വല്ല വാദവും വരുമെന്ന് നോക്കും. അങ്ങനെ വാദം വരുന്ന സന്ധിയാണോ അത്? ആദേശസന്ധി, ലോപസന്ധി, അതെ. പിന്നെ കുറെ സന്ധികളൊക്കെ ഉണ്ട്. പിന്നെ സമാസം, ഇതൊക്കെ മലയാളത്തിലെ ഗ്രാമറാണ്. അതെ അതെ. മലയാളത്തിലെ ഗ്രാമറിൽ നമുക്കൊരു കൺഫ്യൂഷനും ഇല്ല. കാരണം നമ്മുടെ ഭാഷ അത് പഠിക്കുന്നില്ല. ഗ്രാമർ പഠിക്കാത്തതാണ് ഗ്രാമറിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. അല്ല, നമ്മൾ പഠിക്കണ്ടല്ലോ മലയാളത്തിലെ ഗ്രാമറൊക്കെ പഠിക്കില്ലേ? സമാസം, സന്ധിയും ഉപം, അലങ്കാരവും ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ മലയാളം പഠിച്ചവരല്ലേ പഠിച്ചിട്ടുള്ളൂ. മലയാളം പ്രധാന ഭാഷയായിട്ട് എടുത്തവരല്ലേ ഉള്ളൂ. ഉപഭാഷയായിട്ട് എടുത്തവർക്കും ഗ്രാമർ പഠിക്കണ്ട. ഇല്ല, അങ്ങനെ ഉണ്ടോ? മലയാളം ഉപഭാഷയായിട്ട് എടുത്തവർക്ക് ഗ്രാമർ പഠിക്കണ്ട. അറബി ഫസ്റ്റ് ലാംഗ്വേജ് എടുക്കുകയും സെക്കൻഡ് ലാംഗ്വേജ് മലയാളം എടുക്കുകയും ചെയ്താൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ അറബി ഭാഷ മെയിൻ എടുക്കും. അത് നമ്മൾ അറബി എടുക്കും. അപ്പൊ സെക്കൻഡ് മലയാളം പഠിക്കേണ്ടത്. അപ്പൊ അതിലൊന്നും ഗ്രാമറൊന്നുമില്ല. അതിൽ കഥയും മറ്റേ ഇതൊക്കെയാണ്. അത് നോൺ ഡീറ്റെയിൽഡ്. അത് തന്നെ നോൺ ഡീറ്റെയിൽഡ് നമ്മൾ അന്ന് പറഞ്ഞു. എനിവേ, അപ്പൊ അങ്ങനെ ഉണ്ട്. അപ്പം അപ്പൊ ഇത് ജക്കറുൻ എന്നതിൽ നിന്നും വന്നതാണ്. ജക്കറുൻ പുരുഷൻ, അതിൽ നിന്നും ജക്കറ പുരുഷനാക്കി. അപ്പൊ ഗ്രാമറിലെ പുരുഷനാക്കാൻ പറ്റുള്ളൂ, മെയിൽ ആക്കി. അത് ഗ്രാമറിലുള്ള സംഭവമാണ്. നമ്മൾ എന്ത് ചെയ്യണം? അത് അതിന്റെ മുബത്തദ മെയിലാണെങ്കിൽ ഖബറും മെയിലാക്കണം. മുബത്തദ ഫീമെയിൽ ആണെങ്കിൽ ഖബറും ഫീമെയിൽ ആക്കണം. അപ്പൊ അങ്ങനെയാണ് തദ്കീർ വന്നത്. മറ്റേ ഭാഷയിലുള്ള തദ്കീർ ആണെങ്കിൽ ജക്കറ ഓർമ്മിപ്പിച്ചു, ജക്കറ ഓർമ്മിച്ചു, ജക്കറ ഓർമ്മിപ്പിച്ചു. അപ്പൊ തദ്കീർ ഓർമ്മിപ്പിക്കൽ, തദ്കീർ. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ നോക്കാം. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിലെ പിന്നെ പിന്നെ ഇസ്മുൽ ഇസ്തിഫാം വന്നാല് ഖബറിനെ ഇതാക്കണം എന്നല്ല പറഞ്ഞു. ഖബറിനെ
മുന്തിപ്പിക്കണം എന്നല്ല. അതെ, നമ്മൾ ഇസ്മ ചോദ്യം ചോദിക്കുമ്പോ ഇസ്തിഫ്ഹാം. അങ്ങനെയാണല്ലോ. ഖബറിന്റെ അങ്ങനെയല്ല, ഇസ്തിഫ്ഹാം രണ്ട് രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇസ്തിഫ്ഹാം വരുമ്പോ ഖദ് യകൂനുൽ മുബ്തദഉ നകിറതൻ എന്ന് പറയും. അപ്പൊ മുബ്തദ എന്താണ്? നക്കിറയാകും. ഖദ് യകൂനു എന്ന് പറഞ്ഞാൽ യകൂനു അപൂർണ ക്രിയക്ക് മുമ്പ് ഖദ് വന്നാൽ എന്തായി? ആയിരിക്കാം, ആവാം. ആയേക്കാം, മേ ബി ഓർ Maybe. ക്യാൻ ബി. ഖദ് യകൂനുൽ മുബ്തദഉ നക്കിറതൻ. അപ്പൊ മുബ്തദ നക്കിറ ചിലപ്പോഴൊക്കെ നക്കിറയാകാം. അതെപ്പോഴാണ് നക്കിറയാകാവുന്നത്? പോസിബിൾ ആകുന്ന സാധ്യതയുള്ളത് എപ്പോഴാണ്? ഒന്ന്, ഖബർ ഷിബ്ഹ് ജുംലയാകുമ്പോൾ. ഖബർ ഷിബ്ഹ് ജുംലയാകുമ്പോൾ എന്താകും? അങ്ങനെയാവാം. യതഖദ്ദമ അലൽ മുബ്തദഇ, മുബ്തദഇന് മുമ്പേ ഖബർ വരികയും ചെയ്താൽ യകൂന ഖബർ ഷിബ്ഹ് എന്താവും? അത് മുബ്തദ ആ സമയത്താണ് വരുള്ളൂ. അങ്ങനെ ആകുമ്പോൾ നക്കിറയാകാം. മാത്രമേ വരുള്ളൂ. രണ്ടും വരണം, ഈ രണ്ട് കണ്ടീഷനും വരണം. ഈ രണ്ട് കണ്ടീഷൻ വരണം. അൻ യകൂനൽ ഖബറു ശിബ്ഹ ജുംലത്തിൻ ശരി. വഅൻ യതഖദ്ദമ അലൽ മുബ്തദഇ, മുബ്തദഇന് മുമ്പേ വരികയും അതേപോലെ ഷിബ്ഹ് ജുംല ആവുകയും ചെയ്താൽ അങ്ങനെ ഇന്ധന സയ്യാറത്തുൻ ഇന്ധന എന്നാണ്. കാറിനെ കുറിച്ചാണ് പറയുന്നത്, ഇന്ധനയെ കുറിച്ചല്ലല്ലോ പറയുന്നത്. നമ്മളൊരു കാര്യം, ഒരു പോയിന്റ് പഠിച്ചിട്ടുണ്ട്. എന്തിനെ കുറിച്ച് പറയുന്നു അതാണ് മുബ്തദ. അപ്പൊ സയ്യാറത്തിനെ കുറിച്ചാ പറയുന്നത്. ഞങ്ങളുടെ അടുക്കൽ ഒരു കാറുണ്ട് എന്ന് പറയുമ്പം കാറിനെ കുറിച്ചാ പറയുന്നത്, ഞങ്ങളുടെ അടുക്കലിനെ കുറിച്ചല്ല പറയുന്നത്. അല്ലേ? കാറിനെ കുറിച്ചാ പറയുന്നത്. അപ്പൊ അതെന്താണ്? അതിന്റെ ഖബർ എന്താണ്? ഖബർ. അപ്പൊ ഇത് സയ്യാറത്ത് എന്താണ്? മുബ്തദയാണ്. അപ്പൊ സയ്യാറ നെക്കിറയായ എങ്ങനെ സയ്യാറ എങ്ങനെ മുബ്തദയായി? നെക്കിറയായ സയ്യാറ എങ്ങനെ മുബ്തദയായി? അത് അതിന്റെ ഖബർ ഷിബ്ഹ് ജുംല ആയിരിക്കൊണ്ടും അത് അന്ത്യത്തിലല്ല വന്നത്, ഷിബ്ഹ് ജുംല ആയിരിക്കൊണ്ടും അത് ഖബർ മുബ്തദയേക്കാൾ മുമ്പേ വരികയും ചെയ്തത് കൊണ്ടാണ് എന്ത് ചെയ്തത്? സയ്യാറ എന്ന നക്കിറ മുബ്തദയായത്. നമ്മൾ എന്തിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് അത് എന്താകണം? മാരിഫ ആകണം. മാരിഫ അല്ലാതെ വരാം. അല്ലാതെ വരുമ്പോൾ അത് പിന്തി വരും, ഷിബ്ഹ് ജുംല ആയിരിക്കും അതിന്റെ ഖബർ. പിന്നെ എന്ത് ചെയ്തു? പിന്നെ അൻ യകൂനൽ മുബ്തദഉ ഇസ്മ ഇസ്തിഫ്ഹാമിൻ, ഇസ്തിഫ്ഹാമിന്റെ ഇസ്മ വരിക. അപ്പോഴും എന്താകും? മുബ്തദ നക്കിറയാകും. ഹർഫ് ഇസ്തിഫ്ഹാം എല്ലാം എന്താണ്? അസ്മാഉൽ ഇസ്തിഫ്ഹാം എന്താണ്? നക്കിറയാണ്. കാരണം എന്താണ് എന്ന് ചോദിക്കുകയല്ലേ, അറിയുന്ന വസ്തു അല്ല അത്. എന്താണ്, അതാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് രണ്ടും അസ്മാഉൽ ഇസ്തിഫാം രണ്ടായാലും അത് നക്കിറയാവും അല്ലെ? അസ്മാഉൽ ഇസ്തിഫ്ഹാമി രണ്ടായാലും എന്ന് പറഞ്ഞാല് കം അല്ലെങ്കിൽ കൈഫ എന്നൊക്കെ ചോദിക്കുമ്പോഴും അതായത് അത് അസ്മാ, അതായത് ഈ ഇസ്തിഫ്ഹാമിന്റെ പദം നക്കിറയാണ്. അതൊരു ചോദ്യമാണല്ലോ, അതെന്താണെന്നുള്ളത്, അതെന്താണെന്ന് ചോദ്യമാണ്. അപ്പൊ അതുകൊണ്ട് അത് അപരിചിതമായതാണ്, പരിചിതമല്ല. അപ്പൊ ആ യകൂനൽ മുബ്തദഉ ഇസ്മ ഇസ്തിഫ്ഹാം, ഇസ്തിഫ്ഹാമിൻ്റെതായാൽ പിന്നെ അത് മാരിഫയാകൽ നിർബന്ധമില്ല. അപ്പൊ അതാണ് അതിന്റെ കണ്ടീഷൻ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് മാ ബിക, നിനക്ക് എന്താണ്? അവിടെ എന്താണ് എന്നതാണ് സംസാരം. സബ്ജക്റ്റ് എന്താണ് എന്നതാണ് വിഷയം. നേരത്തെ ചോദിച്ച പോലെയല്ല. നേരത്തെ ചോദിച്ചെന്താണ്? ഞങ്ങളെടുക്കൽ ഒരു എന്തിനാ സയ്യാറത്ത് എന്ന് പറഞ്ഞപ്പോ സയ്യാറയാണ് വിഷയം. ഇവിടെ എന്താ?
മാ ബിക, നിനക്ക് എന്താണ്? ഹുന ഇസ്മ ഇസ്തിഫാം മാ മുബത്തദ ഉൻ, അത് മുബത്തതാണ്. ജാർ മജ്റൂർ ബിക ഖബർ, അത് ഖബറാണ്. അപ്പൊ മാ മുക്തതയാണ് അല്ലേ? ആ മാതാബിഹി എന്ന് പറയുമ്പോ അതേമാതിരി പടത്തിൽ പറഞ്ഞ ഫിൽ ഉർഫത്തി മരീദുൻ റജുലുൻ. കം താലിബൻ എന്നൊക്കെ പറഞ്ഞത് അതേപോലെയാണ്. ബിഹി മഗസുൻ എന്ന് പറഞ്ഞത് ഏതാണ്? ബിഹി മഗസുൻ, ബിഹി മഗസുൻ. ബിഹി മഖസുൻ. ആ പാഠത്തിലുള്ള രസം. അതെ അതെ അതെ. മാതാബിഹി, ബിഹി ബിഹി മഖസുൻ. അതെ. അപ്പൊ എന്താണ് ജാർ മജ്റൂർ? ആദ്യം പിന്നെ വന്നു പിന്നീട് മഖസുൻ. നെക്കിറയായിട്ടുള്ള മഖസുനാണ് മുബത്തദ. നെക്കിറയാണ്. ഷിബ്ഹ് ജുംല എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രൈസ്. ഒന്നുകിൽ ലർഫ് ആയിരിക്കുക, അല്ലെങ്കിൽ ജാർ മജ്റൂർ ആയിരിക്കുക. രണ്ടും ആവാം. തഹ്തൽ മക്തബി അമാമൽ ജാർ മസ്ജിദി. മജ്റൂർ ആയാലും ലർഫ് ആയാലും ഷിബ്ഹ് ജുംലയാണ്. കംപ്ലീറ്റ് ജുംലയല്ല അത്. ഷിബ്ഹ് ജുംല എന്ന് പറഞ്ഞാൽ ജുംല പോലുള്ളത്. ഷിബ്ഹ് ജുംല എന്ന് പറഞ്ഞാൽ രണ്ട് സംഗതിയാണ്. പോലുള്ളത് നമ്മൾ മലയാളത്തിലേക്ക് ചർച്ച ചെയ്യണ്ട. ലർഫും ജാർ മജ്റൂറുമാണ് എന്ത് ഷിബ്ഹ് ജുംല എന്ന് പറയുന്നത്. മുമ്പ് എവിടെ വന്നിട്ടുണ്ട് അത്. ഷിബ്ഹ് ജുംല എന്ന് പറഞ്ഞാൽ ജാർ മജ്റൂറും അതേപോലെ ലർഫും, ഇത് രണ്ടിനെയാണ് ഷിബ്ഹ് ജുംല എന്ന് പറയുന്നത്. ഭാഷാർത്ഥത്തിൽ ജുംലയുമായി സാദൃശ്യമുള്ളതെന്നാണ്. നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞത് ഫ്രൈസ് എന്നാണ്. ഇറ്റ്സ് നോട്ട് എ കംപ്ലീറ്റ് സെന്റൻസ്, ബട്ട് ഇറ്റ് ഈസ് പാർഷ്യൽ സെന്റൻസ്. തർത്തീബുൽ മുബ്തദി പോട്ടെ. അൽഹംദുലില്ലാ എന്നൊക്കെ പറയുമ്പോ അത് ശരിക്കും മുക്തതയാണ് അല്ല? ഏതാണ്? അൽഹംദുലില്ലാ എന്നൊക്കെ പറയുമ്പം അത് എങ്ങനെയാ വരിക? അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല. മുക്തതയാണല്ലോ ആ അൽഹംദു അല്ലേ? മുബ്തദ മാരിഫി ആണല്ലോ. പിന്നീടാണ് അള്ളാ എന്ന് പറയുന്നത്, ലില്ല എന്ന് അതെ, പറയുന്നത്. അവിടെ ജാർ മജ്റൂറാണ് ഖബർ. പക്ഷെ അത് പിന്നീടാണല്ലോ എന്നുള്ളത് അല്ലേ? ജാർ മജ്റൂർ ഖബറാണ്. അത് രണ്ട് കണ്ടീഷനും വേണം. ഫിൽ ഉർഫത്തി റജുലുൻ അങ്ങനെയൊക്കെ പറയുമ്പോ അത് നേരെ തിരിച്ച് ഏതാണ്? തന്നെയാവും. ഫിൽ ഉർഫത്തി റജുലുൻ, അപ്പൊ റജുലുൻ അപ്പൊ ഫിൽ ഖുർഫത്തി എന്ന ജാർ മജ്റൂർ മുന്നേ വന്നു. മുമ്പേ വന്നു. അതായത് ഷിബു ജുംല മുമ്പേ വന്നു. അതെ അതെ. അല്ലെങ്കിൽ തെഹ്തൽ മക്തബി കിതാബുൻ അങ്ങനെയൊക്കെ പറയുമ്പോഴും അതെ 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 ലർഫാണ്, അത് ആദ്യം വന്നു. അതെ പിന്നീട് ഇത് വന്നു, നെക്കിറയായിട്ടുള്ള നാമം വന്നു. അപ്പോഴാണ് നെക്കിറയാവുക അല്ലെ? അതെ. പിന്നെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ജെൻഡറിലും നമ്പറിലും യോജിക്കണം. ലുക്മാൻ സാബ് ഓക്കെ ആണോ? ഓക്കെ. ഇത്രേ കാര്യമായിട്ട് പറഞ്ഞുള്ളൂ. ഈ പറഞ്ഞതാണ് കാര്യമായിട്ട് പറഞ്ഞത്. അപ്പൊ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് പാഠം. ഇങ്ങനെയുള്ള പാഠമായതുകൊണ്ട് ഒരിക്കൽ കൂടി പറഞ്ഞാലും കുഴപ്പമില്ല. നേരത്തെ കേട്ടവർക്കും ഫാത്തിമയൊക്കെ കറക്റ്റായിട്ട് പഠിച്ചു പോയതാണ്. പിന്നെ അതിനുശേഷം വായിക്കുക കേൾക്കുകയൊന്നും ചെയ്തില്ലെന്ന് തോന്നുന്നു. ഞാനിപ്പോ ഇന്ന് ഇരുന്നിട്ടാണ് ക്ലാസ്സിന് മുന്നേ ആദ്യത്തെ ദിവസം പഠിച്ചു, പിന്നെ ഒന്നും ഓർമ്മയില്ല. അപ്പൊ ഇന്ന് ആദ്യം എന്താന്നുള്ള ഓർമ്മയില്ല. ഇപ്പൊ എപ്പോഴാണെന്ന് നോക്കി, അതുകൊണ്ടാണ് ഓർമ്മ കിട്ടുന്നത്. അതെ, കാരണം ഇത് നമുക്ക് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ. അതുകൊണ്ട് കുഴപ്പമില്ല. ക്ലിയർ ആയിട്ട് എക്സസൈസിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ വന്നത്? يجب أن يتقدم الخبر إذا كان اسمه استفهام എന്നുണ്ടല്ലോ.
രണ്ടെണ്ണം ഉണ്ട്. യജിബു വജിബാണെന്നുള്ളത്, നിർബന്ധാണെന്നുള്ളത്. യജിബാൻ أن يتقدم അനുവദനീയ. أن يتقدم الخبر إذا كان اسم استفهام. അതന്നെയല്ലേ നമ്മൾ പറഞ്ഞത്. ആ, കം താലിബൻ എന്നൊക്കെ അതല്ല പറയുന്നത്. അതല്ല, അത് വാജിബ് യജിബു അൻ നിർബന്ധാണ്. യതഖദ്ദമൽ മുബ്തദഉ ഇദാ കാന ആ, ഇസ്മു ഇസ്തിഫ്ഹാമിൻ. അപ്പൊ ആദ്യം വരിക എന്നുള്ളതല്ലേ. അത് പക്ഷെ കം വരുമ്പോ അതായത് വരില്ലല്ലോ. അവിടെ വരണം. ആ, ആ. അത് വരില്ല. ഇതല്ല വരില്ലല്ലോ. അപ്പൊ കം എന്നൊക്കെ പറയുമ്പോ വരില്ലല്ലോ. അർഫുൽ ഇസ്തിഫാം ആകുമ്പോഴല്ലേ വരികയുള്ളൂ. അല്ലല്ല, ഇസ്മുൽ ഇസ്തിഫാം. അതിന് വരുമോ? ഇസ്മുൽ ഇസ്തിഫാം അവിടെ ഇവിടെ യജിബ് എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, വാജിബാണ്. ആ, ആദ്യം പറഞ്ഞ മൻ മരീദൻ എന്ന് പറഞ്ഞപ്പോ ഹുന ഇസ്മുൽ ഇസ്തിഫാമി മൻ മുബ്തദ ഉം. ആണെന്ന് പറഞ്ഞു. ആ, ഏ ഉം. കം രണ്ടാമത് താലിബൻ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു പറയുമ്പോഴേ ഉം. രണ്ടാമത് പറഞ്ഞവൻ പറഞ്ഞു യജിബു അൻ യതഖദ്ദമൽ മുബ്തദഉ ഇദാ കാന ഉം. ഇസ്മു ഇസ്മു ഇസ്തിഫ്ഹാമിൻ. ഉം. യജിബു അത് അൻ ഓക്കെ. യതഖദ്ദമൽ മുബ്തദഉ ഇപ്പൊ ശരിയല്ലേ? മാ ബിക. ആ, അതെ അപ്പൊ അതെ. എന്താകണം? അവിടെ അവിടെ മുതഅഖിറാകാൻ പാടില്ല. ഉം. ഇവിടെ ഉം. മുബ്തദ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? അതെ അതെ എന്താ അതെ പാടില്ല എന്നാണോ ഉസ്താദേ? ഇപ്പൊ അതെ, പാടില്ല യജിബ് എന്നല്ലല്ലോ നിർബന്ധാണ്. പറഞ്ഞത്. അത് ശ്രദ്ധിക്കൽ വാജിബാണ്, അതെ വാജിബ്. വാജിബാണ്. ഇവിടെ അനുവദനീയമാണ്. ഇവിടെ അത് പോസിബിലിറ്റി എന്ന് പറഞ്ഞല്ലോ. ആ, മുൻകടക്കൽ നിർബന്ധമാണെന്നല്ലേ ഉസ്താദ് പറയാ, യജിബ് പറയുമ്പോ വാജിബാണെന്നാണ്. വാജിബ് അല്ല, യകൂന അനുവദനീയല്ലേ ഖബർ വരുള്ളൂ. ശിബ്ഹ് ജിംലത്തൻ. അത് യജൂസും ആണ്. അതെ ഇവിടെ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല. ഏ, ഇസ്മ ഇസ്തിഫാം ആകുമ്പോൾ എന്ത് ചെയ്യണം? മുബത്തദ ഉം. ആദ്യം അന്ത്യത്തിൽ തന്നെ വരും. വരണം. ഉം. അത് ഓക്കെ. യജിബു അൻ യതഖദ്ദമൽ ആ, മുബ്തദഉ ഇദാ കാന ഇസ്മ ഇസ്തിഫ്ഹാമിൻ നഹ്വ മാ ബിക മൻ മരീദുൻ എന്നൊക്കെ പറയുമ്പോൾ ഇസ്മ ഇസ്തിഫാം അത് തന്നെ അത് വരണം. തിരിച്ചു പറയാൻ പാടില്ല. ഓക്കെ ശരി. കമാ ആ, ആ, അപ്പൊ എന്ന് ചോദിക്കാൻ ആ, പാടില്ല. മലയാളത്തിൽ നമ്മൾ പഠിച്ചിട്ട് നിനക്ക് എന്ത് പറ്റി? അപ്പോ നിനക്ക് നമ്മൾ ആദ്യം പറയും, എന്നിട്ട് എന്ത് പറ്റിയെന്ന് പിന്നെ പറയും. ആ, അങ്ങനെ പറയാൻ പാടില്ല. ആ, ആ. അങ്ങനെ പറയുന്നത് അത് അതിന്റെ രണ്ടാമത്തത് ഖബർ ഇസ്തിഫാമാകുമ്പോ, ഇസ്മ ഇസ്തിഫാമാകുമ്പോ യജിബു അൻ മസ്മു. യതഖദ്ദമൽ ഖബറു ഇദാ കാന ഉം. ഇസ്മ ഉം. ഉം. ഏഹ്, ഇസ്തിഫാം. മുഅഖറ. അതൊക്കെയാണ് ഇസ്മു അതെ ഇസ്തിഫാം. വയജിബു അൻ യതഖദ്ദമൽ ഖബറു. ഖബർ മുന്തിക്കണം. ഉം. അപ്പൊ ഇപ്പൊ ഇവിടെ എന്താണ്? മസ്മുക്ക എന്ന് പറഞ്ഞിടത്ത് എന്താണ്? ഉം. നമ്മൾ അപ്പോഴും കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞായിരുന്നു, ഇവിടെ ഉം. എന്താ വിഷയം? ഇസ്മാണ് വിഷയം ഉം. അല്ലേ? ആ, ഇവിടെ അതെ. ഇസ്മിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, പേരിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ചോദ്യം. അപ്പോ ചോദ്യപദം എന്താകണം? മുമ്പേ വരണം. യജിബു അൻ യതഖദ്ദമൽ ഖബറു. ഇസ്മുക മാ എന്നാണ് ചോദിക്കുന്നത്. ഇസ്മുക മാതാ, നിന്റെ പേരെന്താ എന്നതാണ് ചോദ്യം. പക്ഷേ അവിടെ ഹർഫ് അല്ലെങ്കിൽ ഇസ്മ ഇസ്തിഫ്ഹാം മുമ്പേ വരണം, അത് ചോദ്യമായതുകൊണ്ട് അല്ലേ? ഇപ്പൊ മാ അതെ. ബിക്ക എന്ന് ചോദിച്ചപ്പോ എന്ത് പറ്റി നിനക്ക് എന്നതാണ് വിഷയം. ഇപ്പൊ മൻ എന്ത് പറ്റി മരീദ് എന്ന് എന്നതാണ് പറയുമ്പോ വിഷയം. മൻ ഉസ്താദേ, മരീദൻ എന്ന് ചോദിക്കുമ്പോ രോഗി ആരാണ് എന്നതാണ് വിഷയം ആ അപ്പോ അല്ലേ? മന്നാണ് ഉം. അപ്പോ മുബ്തദ വരിക. മന്നാണ്, ഉം. മൻ മുബത്തതയാണ്. ഇത് ക്ലിയർ മസ്മുക്കൻ ആണ്. ചോദിക്കുമ്പോ എന്താ വിഷയം? നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? അയാളുടെ പേരല്ലേ അറിയേണ്ടത്? ആ, ഉം. അപ്പോ ഇസ്മാണ് മുബത്തത്. പക്ഷേ ഉം. ഇസ്മ ഇസ്തിഫ്ഹാം മുമ്പേ വരണം, കാരണം അത് ചോദ്യമായതുകൊണ്ട്. യജിബു അൻ യതഖദ്ദമൽ ഖബറു ഖബർ. ഇദാ കാന ഇസ്മ ഇസ്തിഫ്ഹാമിൻ. അത് ആ ഖബർ ഇസ്മ ഇസ്തിഫ്ഹാം ആണെങ്കിൽ അത് മുമ്പേ വരണം. നമുക്ക് ഉം. രണ്ടും ഒരുപോലെ തോന്നും. പക്ഷേ ഉം. സംഗതി കൈഫ ഹാലുക എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? അയാളുടെ ഹാലല്ലേ അറിയേണ്ടത്. ഹാലുക കൈഫ. ഹാലുക കൈഫ എന്നാണ് സംഭവം. ഉം.
അപ്പോ അപ്പോഴും കൈഫ ഹാലുക്ക എന്ന് പറയുമ്പോഴും ഹാലുക്ക എന്നുള്ളതല്ലേ ഖബർ. രണ്ട് സംഭവം അല്ല, ഹാലുക്ക ഖബറല്ല. ഇവിടെ ഇപ്പോൾ കൈഫ ഹാലുക്ക എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടത് എന്താണ്? അയാളുടെ ഹാലാണ് അറിയേണ്ടത്, അല്ലേ? അപ്പോ മെയിൻ വിഷയം എന്താണ്? മുബത്തദ ഹാലാണ് മുബത്തദ. ഓ ഹാലാണ് മുബത്തദ. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞത്. അത് ഓക്കെ. ചോദ്യത്തിൽ നമ്മൾ ഇങ്ങനെ നോക്കണം അല്ലേ? എന്താ മെയിൻ വിഷയം നോക്കണം. അങ്ങനെ പക്ഷെ രണ്ടായാലും നമുക്ക് സെന്റൻസ് ഉണ്ടാക്കുന്ന ആളെ സംബന്ധിച്ചോളം ചോദ്യപദം മുമ്പേ വരണം. ചോദ്യപദം മുമ്പേ വരണം. ഇപ്പൊ അയാൾ ഖബറാണോ ഇസ്മാണോ പിന്നെ മുബത്തദാണോ ചിന്തിക്കാതിരുന്നാൽ മതി. അങ്ങനെ ചിന്തിക്കുമ്പോൾ അപ്പൊ വലിയൊരു വ്യത്യാസം വരുന്നത് അപ്പൊ അൽ മുദീറു മസ്മുഹു എന്ന് വരുന്നുണ്ട് അവിടെ. അൽ മുദീർ മസ്മുഹു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്താണ്? അൽ മുദീർ മുബത്തദയാണ്. മറ്റൊരു മുദീർ ആണെന്ത് ചർച്ചാ വിഷയം, അത് മുബ്തദ, അത് മുബത്തദയാണ്. പിന്നെ എന്ത് ചെയ്തു? മസ്മുഹു എന്നത് മസ്മുഹു എന്ന ജുംല ഖബറാണ്. ഖബറായിട്ട് വന്നു. അതെവിടെ വന്നത്? ഏത് പേജിലാ? അതേ പേജിലാണ്. അൻവാ ബി അബ്ജദ് ബി അൻവാഉൽ ഖബർ. അൽ ഖബറു, അതെ, അൽ ഖബറു ഇമ്മ മുഫ്രദുൻ ഐ ലൈസ ജുംലത്തൻ വ ഇമ്മ ജുംലത്തുൻ വ ഇമ്മ ശിബ്ഹു ജുംലത്തിൻ വൽ ഖബറു മുഫ്രദുൻ അൽ മുദീർ. അപ്പൊ എന്താണ്? വൽ ഖബർ ജുംലത്തുൻ, ഖബർ ജുംലയായതിന്റെ ഉദാഹരണമാണ് പറഞ്ഞത്. അൽ മുദീറു മസ്മുഹു. അപ്പൊ അൽ മുദീർ മുബത്തദയാണ്. അൽ മുദീർ ആണ് ചർച്ചാ വിഷയം. അതെ, ആ ഒരു ജുമല ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും മാ എന്താണ്? അപ്പൊ അത് മുബ്തദയാണ്, ജുംലയാണ് അതിന്റെ ഖബർ. അപ്പൊ ആ ജുംല വീണ്ടും ഇങ്ങനെ പറയുകയാണെങ്കിൽ മാ എന്താണ്? ആ ജുംല വീണ്ടും മാ മുബത്തദയും ഇസ്മ ഖബറും ഖബറും ആണ്. അല്ല, മുലാഫായിട്ടാണോ എന്നുള്ളത്? അല്ലല്ല, ഇവിടെ എന്താണ്? അവിടെ എന്താണ്? ഖബർ മുഖദ്ദം, മാ ഇസ്മുഹു മാദാ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അവിടെ ചോദ്യപദമായതുകൊണ്ടാണ് മസ്മുഖാന്ന് ചോദിച്ചില്ലേ? മസ്മുഖാന്ന് ചോദിച്ചപ്പോഴ് മാ മുമ്പേ മുൻകടന്നാണെന്ന് പറഞ്ഞില്ലേ? മാ ഖബറാണ്, ഇസ്മാണ് വിഷയം, ഇസ്മാണ് വിഷയം. അപ്പൊ മാ മുഖദ്ദമാണ്, ഖബർ മുഖദ്ദമാണ്. പലയിടത്തും കം താലിബ് എന്ന് പറയുമ്പോ അങ്ങനെ വരുന്നില്ല. മസ്മുഹു അത് അങ്ങനെ പറയുന്നു. അതൊരു സംഖ്യയാണത്. അതെ, അവിടെ ഇസ്മാണ് വിഷയം. കം താലിബ് എന്ന് പറഞ്ഞിടത്ത് എന്താണ്? എത്രയാണെന്നുള്ളതാണ് വിഷയം അറിയേണ്ടത്. അതൊക്കെ സാർ. അല്ല, ഞാൻ ഉദ്ദേശിച്ച മസ്മുഹു എന്ന് പറയുമ്പോ അത് ഖബർ ഇസ്മുസ്തിഫാം ആവോ? ഇല്ലല്ലേ? ഏത്? ആണല്ലോ അൽ മുദീറു. അൽ മുദീറു, അതെ, അത് മുദീർ. മസ്മുഹു അയാളുടെ പേരെന്താ? അത് നമുക്ക് അങ്ങനെ പറഞ്ഞ് ശീലമില്ലാത്തത് കൊണ്ടാണ്. ഇങ്ങനെയും വാക്യഘടനകളുണ്ട്. ആ വാക്യഘടനയാണ് ഉദാഹരണമായി എടുത്തിരിക്കുന്നത്. അതായത് ജുംല ഖബറായി വരുന്ന, ഖബർ ജുംലയായി വരുന്നതിന്റെ ഉദാഹരണം പറയണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞാലല്ലേ ഉദാഹരണം കിട്ടുള്ളൂ. നമുക്ക് സംഭാഷണത്തിൽ സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ പുസ്തക വായനയിലോ ഇങ്ങനെ ശൈലി വളരെ കുറവായിട്ട് ഉണ്ടായിരിക്കാൻ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നാവിന് വഴങ്ങൂല. ഒരു ഡൗട്ട് ഞാൻ ചോദിച്ചത് എന്താ വെച്ചാല്, മസ്മുഹു എന്ന് പറയുമ്പോ അത് ഇസ്മുസ്തിഫാം അല്ലേ? മാ എന്നത് ഇസ്മു ഇസ്തിഫാമാണ്. ഇസ്മുഹു എന്നത് ഖബർ അതായ മുബത്തദ മുഅഖറാണ്. നേരത്തെ മുകളിൽ പറഞ്ഞ ഉദാഹരണം നോക്കിയാൽ മതി. അങ്ങനല്ലേ? അല്ല, അപ്പൊ മുദീറു മുബ്തദയല്ലേ? മുദീർ മുബ്തദയാണ്. അൽ മുദീറു, അതായത് ഇവിടെ ജുംല, അതായത് ഖബറിന്റെ ഇനങ്ങളാണ് പറയുന്നത്. ഖബറിന്റെ ഇനങ്ങൾ, രണ്ടാമത് വന്നതാണല്ലോ ആ ഖബറിന്റെ ഇനങ്ങൾ, ഈ ഖബറിന്റെ ഇനങ്ങൾ
അഷ്റഫ് സാഹിബ് ഖബറിന്റെ ഇനങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പൊ ഖബർ വീണ്ടും പറയുമ്പോഴാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ആ മറ്റേ പറഞ്ഞു കഴിഞ്ഞു അൻവാഉൽ മുദീർ ഖബർ ബിൻ മുബ്തദയാണ്, അത് അഹ്കാമിൽ ഉറപ്പ്. ഖബരി, ഖബറിന്റെ ഹുക്കുമുകളിൽ പെട്ടതാണ്. ഒന്ന് അൻവാഉൽ ഖബർ, ഖബറിന്റെ ഇനങ്ങൾ. അൽ ഖബറു ഇമ്മാ മുഫ്രദുൻ, ഖബർ മുഫ്രദായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? ഓ, ജമ്മിന്റെ വിപരീതമല്ല, ജമ്മിന്റെ വിപരീതമല്ല, ഒറ്റ വാക്കായിരിക്കും, ഒറ്റ പദമായിരിക്കും. അൽ കലമു മക്സൂർ എന്നൊക്കെ പറഞ്ഞ ആ പോലെ. അതെ. അൽ ഖബർ ഇമ്മാ മുഫ്രദുൻ ഐ ലൈസ ജുംലതൻ, അതൊരു വാക്യമായിരിക്കുകയില്ല. മുഫ്രദ് എന്ന് പറഞ്ഞാൽ അവിടെ വാക്യമായിരിക്കുകയില്ല എന്നത്. വ ഇമ്മാ ജുംലത്തുൻ, അല്ലെങ്കിൽ ഒരു ജുംല തന്നെ ആയിരിക്കാം, ഒരു കംപ്ലീറ്റ് സെന്റൻസ് തന്നെ ആയിരിക്കാം. വ ഇമ്മാ ഷിബ്ഹു ജുംലത്തിൻ, അല്ലെങ്കിൽ ഷിബ്ഹ് ജുംലയാകാം, ദർഫോ ജാർ മജ്റൂറോ ആകാം. അപ്പോൾ ഖബർ ഒറ്റപ്പദമാകാം, ജുംലയാകാം, അതായത് പൂർണ്ണവാക്യമാകാം, അല്ലെങ്കിൽ ഫ്രൈസ് ആകാം, ഷിബ്ഹ് ജുംല, അതായത് ദർഫോ ജാർ മജ്റൂറോ ആകാം. അപ്പോൾ ഫൽ ഖബറു അൽ മുഫ്രദു, മുഫ്രദ് ഒറ്റ പദം വന്നതിന്റെ ഉദാഹരണമാണ് അൽ മുഅ്മിനു മിർആത്തു. മിർആത്തുൽ മുഅ്മിൻ എന്നാണ്, മിർആത്തു എന്നതാണ് ഖബർ. പക്ഷെ മിർആത്തിനെ മുഅ്മിനിലേക്ക് ഇളാഫത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതെന്താകുന്നില്ല, അത് വേറെ ഒന്നും ആകുന്നില്ല. ഇപ്പൊ നേരത്തെ മുകളിൽ പറഞ്ഞ വിശേഷണത്തിൽപ്പെട്ട ഒന്നും ആകുന്നില്ല, ഒരൊറ്റ പദമാണത് മിർആത്ത്. പക്ഷെ എന്ത് മിർആത്താണെന്നുള്ളത് മറ്റേലേക്ക് ഇളാഫത്ത് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വൽ ഖബറു ജുംലത്തുൻ, വൽ ഖബറുൽ ജുംലത്തു, അതായത് ജുംല ഖബറായ അൽ മുദീറു മസ്മുഹു, മുദീറായവൻ, എന്താണ് അയാളുടെ പേര്? ഇതാണ് ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നല്ലോ, അൽ ജുംലത്തുൽ ഇസ്മിയത്തു, അൽ ജുംലത്തുൽ ഇസ്മിയത്തു മസ്മുഹു, മസ്മുഹു എന്ന ജുംല ഇസ്മിയ ഖബറുനാണ്. വഹിയ, അത് ആ ജുംല ഈ മഹല്ലി റഫ്ഇൻ, ഖബറിന് റഫ്ആണ് ഉണ്ടാകേണ്ടത്. അപ്പൊ ആ ജുംല ഒന്നാകെ എന്താണ്? റഫ്ഇന്റെ സ്ഥാനത്താണ്, റഫ്ഇന്റെ സ്ഥാനത്താണ്. പക്ഷെ അത് എവിടെയും റഫ്ഇന്റെ അടയാളം കാണാൻ പറ്റില്ല. കാരണം എന്താണ്? അത് ജുംല ആയതുകൊണ്ട്. അതൊക്കെ ക്ലിയർ ആയി. പിന്നെ അപ്പൊ ഈ യജിബു എന്ന് പറയുന്നുണ്ട്, യജിബായി അത്തക്കത്തമ്മുൽ ഖബറു ഇതാക്കാന ഇസ്മു ഇസ്തിഫാം എന്ന് പറയുമ്പോ ഇസ്തിഫാം വരുമ്പോ അത് ഖബർ മുന്നിലാക്കണ്ടേ, മുദീറിന്റെ മുന്നിലാവണ്ടേന്നാണ്. യജിബു യജിബു അൻ യതഖദ്ദമൽ ഖബറു ഇതാക്കാന ഇസ്മു ഇസ്തിഫാമിൻ, അപ്പോഴ് അത് വാജിബല്ല. അപ്പൊ ഇസ്മു ഇസ്തിഫാമായിട്ട് ഖബർ വരുമ്പോ അത് പിന്നെ ഏത് ഉദാഹരണത്തിലാ പറയുന്നത് നിങ്ങള്? മോളത്ത് അത് നമുക്ക് ഇപ്പൊ ചർച്ച ചെയ്തല്ലോ. അതെ, അതായത് ഇവിടെ മാബിക്ക എന്ന് പറഞ്ഞതും മസ്മുക്ക എന്ന് പറഞ്ഞതും രണ്ട് ഇനം സെന്റൻസുകളാണ്. മാബിക്ക എന്ന് പറഞ്ഞിടത്ത് മാ മുബത്തദയും ബിക്ക ഖബറും. മസ്മുക്ക എന്ന് പറഞ്ഞിടത്ത് മാ ഖബർ ഇസ്മുക്ക മുബത്തദയുമാണ്. അപ്പൊ മുദീറു എന്ന് വന്നതാണ്, അത് വേറെ തന്നെയാണല്ലേ മുദീറു. അൽ മുദീറു എന്ന് പറഞ്ഞത് വേറെയാണ്. കാരണം എന്താ? അൽ മുദീറു എന്ന് പറഞ്ഞപ്പം അത് മാരിഫയാണല്ലോ. അൽ മുദീറു എന്നത് മാരിഫയാണ്. ആ മാരിഫ കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അത് മുബത്തദയാണ്. പിന്നീട് അയാളെ കുറിച്ച് എന്തോ പറയുന്നത്? മസ്മുഹു, അയാളുടെ പേരെന്താ എന്ന് മറ്റൊരു ജുംലയാണ് അതിന്റെ ഖബർ. അതുകൊണ്ട് ആ ജുംലയില് തഖ്ദീം തഅഖീറിന്റെ വിഷയം വേറെ അത് വരുന്നില്ല. അത് മുദീറിനെക്കാളും മുൻകടക്കണം എന്ന വിഷയം വരുന്നില്ല. പക്ഷേ മസ്മുഹു എന്ന് പറഞ്ഞിടത്ത് ഇസ്മുഹു എന്നതാണ് മുബത്തദ, അതിന്റെ മുമ്പെയാണ് ക്ലിയർ ആയി. അതാ ചോദിച്ചുകൊണ്ടിരുന്നു. അതൊരു ഖബറാണ്. അത് വീണ്ടും നമ്മൾ പറയുമ്പോഴാണ് അങ്ങനെ വീണ്ടും പറയണത്. അതെ, അത് വേറൊരു ജുംലയാക്കി എടുത്താൽ മാ ഖബറാണ് അവിടെ. കാരണം എന്താ? ഇസ്മിനെ കുറിച്ചാണ് ചർച്ച. അയാളെ മസ്മുഹു ഇസ്മുഹു മാദ എന്നതാണ് വിഷയം. അത് ക്ലിയർ ആയി. അങ്ങനെ പറയുമ്പോ ക്ലിയർ ആണ്. അപ്പൊ അതാണ് ഞാൻ മുദീർ എന്ന് പറയുമ്പോ ഈ ഒരു ഒറ്റവാചകമായിട്ട് അത് മുദീറും മസ്മുഹു. അത് നമുക്കത് ദഹിക്കാത്തതിന്റെ വിഷയം അത്
ഒരു സാധാരണ എന്തല്ല ഒരു സാധാരണ വാക്യമല്ല. അത് കുറച്ചുകൂടെ അപൂർവമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അങ്ങനെയുള്ള വാക്കുകൾ. അതുകൊണ്ടാണ് നമുക്കത് ദഹിക്കാതെ വരുന്നത്. ഞാൻ ദഹിക്കാൻ കുറെ സമയം. ആലോചിച്ചത് അത് കുറെ എന്താണ് ഓക്കെ, വല്ലാഹു ഖലഖക്കും മനസ്സിലായല്ലോ. വല്ലാഹു ഖലഖക്കും എന്ന് പറഞ്ഞപ്പോ അള്ളാഹ് എന്നത് മുബ്തദയാണ്. ഖലഖക്കും സെന്റൻസ് ആയിട്ട് തന്നെ ഖലഖക്കും എന്ന phrases. ജുംല ഖബറാണ്. ഖലഖ എന്നുള്ളതിൽ രണ്ടും വന്നിട്ടുണ്ട്. അതെ, ഖലഖ എന്ന് പറഞ്ഞതില് പേരും ഫിഅലും വന്നു, ഫായിലും ഫായിലും വന്നു. വന്നിട്ടുണ്ട്. ഫായിലും വന്നു. ഖും എന്നത് ഫായിലും മഫ്ഊലും വന്നു. ബിഹിയുമാണ്. അപ്പം ഫേലും ഫായിലും മഫ്ഊലും ബിഹിയും ഒക്കെ ഉള്ളതാണ് ഖലഖക്കും. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അൽ മുദീറു മസ്മുഹു എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെയും ഉള്ളത്. പക്ഷേ ഇത് നമുക്ക് ഖുർആനിക പദമായതുകൊണ്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം വായിച്ചുകൊണ്ട് അതിൽ കണമില്ല. ഇവിടെ വല്ലാഹു എന്ന് പറഞ്ഞപ്പോ എന്താണ്? അള്ളാഹ് മുബത്തദ ആണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ ഖലഖയുടെ ഫാഇല് അള്ളാഹ് മുമ്പേ പറഞ്ഞതുകൊണ്ട് നമുക്ക് ദഹനക്കേടൊന്നുമില്ല. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. വല്ലാഹു എന്ന് പറഞ്ഞത് ലഫ്ദുൽ ജലാലത്ത് മുബത്തദയാണ്, അല്ലാതെ അത് ഫാഇലല്ല. മുബത്തദയാണ്. അതിന്റെ ഖബർ ഖലഖക്കുമാണ്. ഖലഖയിലുള്ള ലമീറാണ് അതിന്റെ ഫാഇല്. ആ ലമീർ അല്ലാഹ് എന്ന ലഫ്ദുൽ ജലാലത്തിനെ സൂചിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ഗ്രമറ്റിക്കലി പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ വല്ലാഹു ഖലഖക്കും ആര് സൃഷ്ടിച്ചു? അള്ളാഹ്. മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹ് ആണെന്ന് പറഞ്ഞു പോകും. പക്ഷെ ഗ്രമറ്റിക്കലി അത് ശരിയല്ല. വ്യാകരണപരമായിട്ട് അത് ശരിയല്ല. വ്യാകരണമായിട്ട് അള്ളാഹു എന്ന മുബത്തദയാണ്. അള്ളാഹ് ലഫ്ദുൽ ജലാലത്ത് മുബത്തദയാണ്. കാരണം നാമം കൊണ്ട് തുടങ്ങിയ നാമവാക്യം. നാമവാക്യം മുബത്തദയും ഖബറുമാണ് അല്ലേ? ഹുവ ഖലഖ എന്നാണ്. അൽ ജുംലത്തുൽ ഫഇലിയത്തു ഖലഖക്കും ഖബറുൻ വഹിയ ഫീ മഹല്ലി റഫ്ഇൻ. അവിടെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് പിന്നെ അതിന്റെ ഇതൊന്നും പറയാത്തത്. ദർസിലാണെങ്കിൽ അങ്ങനെയല്ല പറയുന്നത്. ദർസിലാണെങ്കിൽ വല്ലാഹു ലഫ്ദുൽ ജലാലത്ത് മുബ്തദ ആണ്, ഖലഖക്കും ഖബറാണ്, പിന്നെ പറഞ്ഞിട്ട് ഖലഖ ഫാഇലാണ്, അതിന് ഖലഖ ഫിഅലാണ്, അതിന്റെ ലമീർ ഹുവയാണ്. ലമീർ മുസ്തത്തിർ ഹുവ ഫാഇൽ, അതിനകത്ത് മുറിഞ്ഞിരിക്കുന്ന ഹുവയാണ് അതിന്റെ ഫാഇൽ, ഖും ഖബറാണ് എന്നൊക്കെ കൂടെ പറഞ്ഞിട്ട് ദർസിന്ന് വിടുകയുള്ളൂ. ഖബർ ഷിബ്ഹ് ജുംലയുടെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ജന്നത്തു തഖ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. അപ്പൊ തഖ്ത ലർഫാണ്. അല്ലർഫു തഖ്ത ഖബറുൻ, ആ തഖ്തയാണ് ഖബർ. വഹു മൻസൂബൻ ഫീ മഹല്ലി റഫ്ഇൻ, അത് റഫ്ഇന്റെ സ്ഥാനത്താണുള്ളത്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ചോദിച്ചത്, ഞാൻ അത് ശ്രദ്ധിച്ചില്ല. ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞപ്പോ എന്താണ്? നേരത്തെ അൽ ജന്നത്തു തഖ്ത അഖ്ദാം എന്ന് പറഞ്ഞത് ഖബർ ലർഫായതിന്റെ ഉദാഹരണമാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത് ഖബർ ജാർ മജ്റൂർ ആയതിന്റെ ഉദാഹരണമാണ്. അപ്പൊ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? അൽ ജാർ വൽ മജ്റൂറു ലില്ലാഹ് ഖബറുൻ, അത് ഖബറാണ്. വഹുവ ഫീ മഹല്ലി റഫ്ഇൻ, ആ ഖബർ റഫ്ഇന്റെ സ്ഥാനത്താണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇജ്അൽ കുല്ലസ്മിൻ മിമ്മാ യഅതി മുബ്തദഅൻ, ഇജ്അൽ കുല്ലസ്മിൻ മിമ്മാ യഅതി മുബ്തദഅൻ, താഴെ വരുന്ന പട്ടികയിലെ ഓരോ പദങ്ങളും കുല്ലസ്മിൻ, ഓരോ നാമവും എന്ത് ചെയ്യുക?
മുബത്തദ ആക്കി ഉപയോഗിക്കുക. അഹ്മദു പറയൂ, ഒരു ഖബർ പറയൂ അഹ്മദിന്. വേറെ പറയണം. അഹ്മദിന് ഖബർ പറയാൻ. അഹ്മദ് അഹൂഹു എന്ന് പറയുമ്പോ പറ്റുമല്ലോ ഉസ്താദേ. അഹ്മദ് മുബ്തദ, പിന്നെ അഹൂഹു എന്ന് പറഞ്ഞാൽ അവന്റെ സഹോദരനാണ്. അപ്പൊ ഖബർ. അഹൂഹു എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, സെനൻ ശരിയാവില്ല. അഹൂഹു, പിന്നെ വേറൊരു പേര് പറഞ്ഞാ പോരെ? അഹൂഹു താലിബുൻ, അഹൂഹു തബീബുൻ, അഹൂഹു മുഹന്ദിസുൻ, അങ്ങനെ പറയാം. അപ്പൊ അത് ജുംല ഖബറായതാണ്. അഹമ്മദ് താലിബുൻ അഹമ്മദ് താലിബൻ എന്ന് പറഞ്ഞാൽ വിഷയം തീർന്നു. ഇത്രേ ഉള്ളൂ. അഹമ്മദ് താലിബുൻ. അതെ 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 മതി. അഹൂഹു എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ വേറെ സെന്റൻസ് ആയി പോയി. ഇവിടെ കണ്ടപ്പോഴേ ഇപ്പുറത്തെ അഹമ്മദ് അഹൂഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഖബർ ഉണ്ടാക്കണം അതിന്. വേറെ ക്വസ്റ്റ്യൻ ആണ്. അത് അടുത്ത ചോദ്യമാണ്. ശരിയാണ്, വേറെയാണ്. അഹമ്മദ് അഹൂഹു എന്ന് പറഞ്ഞതിന് വേറെ ഖബർ ഉണ്ടാക്കണം. അല്ല, അഹമ്മദ് അഹൂഹു അല്ല, അഹമ്മദ് വ അഹൂഹു ആണ്. അഹമ്മദും അയാളുടെ സഹോദരനും എന്താണ്? താലിബാനി, മുദരിസാനി അല്ലെങ്കിൽ തബീബാനി എന്ന് പറയണം. അപ്പൊ മുതാബക്കത്ത് അവിടെ മുസന്ന ആയതുകൊണ്ട് അതിന്റെ ഖബറും മുസന്നയാക്കണം. അതെ അതെ. പിന്നെ അൽ മുസ്ലിമൂന അൽ മുസ്ലിമൂന എന്താണ്? അല്ല, ജാഊ എന്ന് പറയാലോ. ജാഊ ക്രിയാവാക്യം. അൽ മുസ്ലിമൂന ജാഊ അങ്ങനെ പറയാം. ജാലിസൂന പറഞ്ഞ വേറെ വിഷയമാണ്. അത് ജാലിസൂന എന്ന് പറഞ്ഞപ്പം ഒറ്റ പദമാണ്, മുഫ്രദാണ്. ഖബർ മുഫ്രദായത്. മുസ്ലിമൂന ജാലിസൂൻ, അവരിയ്ക്കുന്നവരാണ്. അസ്സയ്യാറത്തു തഹത്തൽ അല്ല അസ്സയ്യാറത്തു താഴത്തെ ഷജറത്ത് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അതെ, തഹത്ത ഷജറത്തി എന്ന് പറയാം. കുഴപ്പമൊന്നുമില്ല, ദർഫ് ഒന്നേ ഉള്ളൂ ഖബർ. വേറെ ഒരുപാട് കാര്യം പറയണ്ട. ഇവിടെ ഒരു ഖബർ മാത്രം പറഞ്ഞാൽ അല്ല, പാർക്കിങ്ങിലാന്നുള്ളത് എന്താ നമ്മൾ പറഞ്ഞത് മുമ്പ് പഠിച്ചത്? മൗഖിഫി എന്ന് പറയാൻ എല്ലാം പറയണ്ട. ഇവിടെ ഒരു ഖബർ പറഞ്ഞാൽ മതി. കഥ മുഴുവൻ പറയാൻ പറഞ്ഞു. കഥ മുഴുവൻ പറഞ്ഞാൽ പിന്നെ നമ്മൾ സെന്റൻസ് ഒരുപാട് പഠിപ്പിക്കേണ്ടി വരും. അല്ല, ഇവിടെ മുബത്തദ, ഈ കൊടുത്ത പദങ്ങൾ മുബത്തദാക്കുക മാത്രമേ. മുബത്തദയാക്കിയാൽ മതി. അസ്സയ്യാറത്തു തഹത്ത ഷജറത്തി. മനാറത്തൽ മസ്ജിദി, രണ്ട് മനാറത്താണ്. മസ്ജിദിന്റെ മനാറത്ത്, മസ്ജിദിന്റെ മനാറത്താനിയാണ്. ഇലാഫത്ത് വന്നപ്പോ ഇലാഫത്ത് വന്നതുകൊണ്ട് നീ പോയി. എന്താ ഖബർ പറയണം? മനാറത്താനിൽ മസ്ജിദ്, മസ്ജിദിന്റെ മനാറത്ത്. മസ്ജിദിന്റെ രണ്ട് മിനാരങ്ങൾ എന്താണെന്ന് പറയണം. അത് ശരിയാണ്. മനോഹരമാണെന്ന് പറഞ്ഞോളൂ എളുപ്പത്തിന്. ജമീലത്താനി. അതാണ് ജമീലത്താനി പറയണം. അതെ അതെ അതെ, രണ്ട് ജമീലാണെന്ന് പറയണം. അത്താലിബാത്തി ജദീദത്താനി. താലിബാത്തിക്ക് എന്തുകൊണ്ടാണ് കസർ കൊടുത്ത്? അത് പിന്നെ ഇതായതുകൊണ്ടാണ്. താലിബാത്ത് എന്ന് പറഞ്ഞ സ്ത്രീലിംഗ ബഹുവചനം ആയതുകൊണ്ടാണ്. സ്ത്രീലിംഗ ബഹുവചനം ആയതുകൊണ്ട് കസർ കൊടുക്കണം എവിടെയെങ്കിലും പറഞ്ഞോ? കേസർ കൊടുത്തു എന്നല്ല, സോറി, അത്താലിബാത്തുന്നേ വേണ്ടുള്ളൂ. അത്താലിബാത്തു, അത്താലിബാത്തു. പിന്നെ ജദീദത്താനി അല്ല, സോറി, അല്ലല്ല, ജദീദുന്റെ ഇതാണ് വരേണ്ടത്. എന്താണ് ജദീദ് എന്നുള്ളതിന്റെ ബഹുവചനം വേണ്ടേ? വേണം, പറഞ്ഞോ. അല്ല, എന്താണ്? താലിബാത്ത് ജദീദാത്തുൻ അല്ലെങ്കിൽ ജുദുദുൻ. അതെ, ജുദുദുൻ. പക്ഷേ താലിബാത്തു
സ്ത്രീലിംഗമാണ്. വാഖിഫാത്ത് എന്ന് പറയാം, പക്ഷെ ജുദൂദ് എന്ന് ജാലിസാത്ത് എന്ന് പറയാലോ. പറയാം, അത്താലിബാത്തു ഫിദ് ദർസി എന്ന് പറയാം. ഫിൽ ആ. ഫസ്ലി. ഫിൽ ഫസ്ലി. ഓക്കെ. കലമുൻ. കലമുൻ മക്സൂറുൻ. കലമുൻ മക്സൂർ എന്ന് പറഞ്ഞാൽ മുബ്തദ ഖബർ ആയോ? ഇല്ല, അൽ കലമു മക്സൂറുൻ. അവിടെ അൽ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല, കലമ് ആ. മാത്രമേ തന്നിട്ടുള്ളൂ. വേണ്ട, എന്നിട്ട് കലമു അലൽ മക്തബി. എങ്ങനെ? കലമു അലൽ മക്തബി. അപ്പൊ നക്കിരാൻ പാടില്ലല്ലോ മുബ്തദ. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, മുക്തദ നെക്കിറായിട്ട് പഠിച്ചല്ലോ. മുബ്തദ ആവുന്നത് എപ്പോഴാണ് നക്കിര മുബ്തദ ആവുന്നത്? അപ്പോ അലൽ മക്തബി കലമുൻ. അലൽ മക്തബി കലമുൻ. ആ. അത് പറ്റില്ല. ഇവിടെ ഈ കൊടുത്ത പദം മുബ്തദയാവണം. ഇവിടെ കൊടുത്ത പദം മുബ്തദയാണ്. മുഅഖർ മുഖദ്ദമൊന്നും വന്നിട്ടില്ല, പ്ലെയിൻ. വേണ്ട, പക്ഷെ നമുക്കതൊന്നും അറിയണ്ട. കലമുൻ എന്നുള്ളത് മുക്തദ ആവണം, അത്ര. അതെ, അതെ. നിങ്ങൾക്കൊന്നും അറിയണ്ട. പക്ഷെ നിങ്ങൾ പറഞ്ഞതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഒന്നാമത്തെ ചോദ്യമാണ്, അതുകൊണ്ട് കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത ഉത്തരമാണ് പ്രതീക്ഷിക്കുന്നത്. കലമുൻ ജമീലുൻ. കലമുൻ ജമീൽ എന്ന് പറഞ്ഞാൽ നാമോ നാമവിശേഷണോ ആയിപ്പോയി. കലമുൽ ഉസ്താദി എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ കലമു അഹ്മദ എന്ന് പറഞ്ഞാലോ? ഉസ്താദിന്റെ പേനാന്നല്ലേ ആവുള്ളൂ. പേന, പിന്നെ ബാക്കി ഒരു ഖബറും കൂടെ ചേർത്താൽ മതിയല്ലേ. അപ്പോ കലമുൽ ഉസ്താദി മക്സൂറുൻ, അല്ലെങ്കിൽ കലമുൽ ഉസ്താദി മക്സൂറുൻ, കലമുൽ ഉസ്താദി അലൽ മക്തബി. ഗാലിൻ. ഗാലിൻ വിലപിടിപ്പുള്ളതാണെന്ന്. ഉസ്താദ് പൊട്ടിയ പേനയായിട്ടൊന്നും ഞാൻ വന്നിട്ടില്ല. ഞാൻ നല്ല വിലപിടിപ്പുള്ള പേനയായിട്ടാണ് വന്നിരിക്കുന്നത്. ശരിയല്ലേ? അപ്പോ അത് മുബ്തദ ആക്കുമ്പോ നമ്മൾ ആദ്യം അതിനെ പിന്നെ എന്താക്കി, മറ്റേ അതിനെ മാരിഫി ആക്കണം. അവിടെ അൽ കൊടുക്കാൻ പറ്റൂല. അൽ കൊടുക്കാതെ മാരിഫി ആക്കാമല്ലോ. അല്ലാതെ അൽ കൊടുക്കാതെ മാരിഫി ആക്കണം. കാരണം ഇവിടെ കലമു കഴിഞ്ഞിട്ട് ഒരു അടയാളം ഇല്ല. അപ്പൊ കലമു എന്നുമാകാം, കലമുൻ എന്നുമാകാം. പക്ഷെ കലമുൻ എന്നായാൽ അത് എന്താക്കാൻ പറ്റൂല, മുബത്തതാക്കാൻ പറ്റൂല. അപ്പൊ കലമു കഴിഞ്ഞിട്ട് ഒരു ഇളാഫത്ത് കൊടുക്കാം. അത് മുബ്തദയായിട്ട് അല്ല, ഇളാഫത്തും മാരിഫയായിരിക്കണം അല്ലേ? ഇളാഫത്ത് ആകുമ്പോ മാരിഫി ആവും. അല്ലാതെ അല്ല ഉസ്താദേ, അത് മാരിഫയിലേക്ക് ഇളാഫത്ത് ചെയ്യണം. അല്ലാണ്ട് കലമു താലിബിൻ, കലമു മുദരിസിൻ എന്ന് പറഞ്ഞാലാവില്ലല്ലോ. കലം മുദരിസിൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് കോമൺ ആയിട്ടുള്ള ഒരു മാരിഫയാണ്. അതായത് ലൈസ ലി താലിബി, അത് വിദ്യാർത്ഥിയുടെ അല്ല, അധ്യാപകന്റേതാണ്. കലമുൽ അല്ല, അങ്ങനെയാണ് കലമുൽ മുദരിസ് എന്നാ പറയേണ്ടത്. കലമുൽ മുദരിസ് എന്നാ. മാരിഫയിലേക്ക് ഇളാഫത്ത് ചെയ്യണം. നക്കിറയിലേക്ക് ഇളാഫത്ത് ചെയ്താൽ നക്കിറ തന്നെ ആവില്ല. നക്കിറയിലേക്ക് ഇളാഫത്ത് ചെയ്താൽ നക്കിറ തന്നെ ആവും. നക്കിറയാവുള്ളൂ. അതെ. ഓക്കെ. അൽ കുത്തുബു, അതെന്തും പറയാം. അൽ കുത്തുബു ജുദുദുൻ. അൽ കുത്തുബു ജുദുദുൻ എന്നാണോ പറയേണ്ടത്? അല്ല, വിശേഷണം അല്ലല്ലോ. അല്ല, അൽ കുത്തുബു ജദീദത്തുൻ. വിശേഷണമല്ല. ഇവിടെ വിശേഷണം എന്നല്ല പറയേണ്ടത്, ഇവിടെ മാച്ചിങ് എന്നാ പറയേണ്ടത്. കുത്തുബിന് വിശേഷണം പറയുമ്പോൾ ബഹുവചനമല്ല പറയുക. കാരണം എന്താണ്? ഗൈറു ആഖിൽ എന്നാണ് പറയുക. ഗൈറു ആഖിലാണെങ്കിൽ എന്ത് ചെയ്യും? സ്ത്രീലിംഗ ബഹുവചനം ഏകവചനമാണ് ഉപയോഗിക്കുക. അൽ കുത്തുബു പുസ്തകങ്ങൾ പുതിയവയാണ്. അത് ഇനിയൊരു മായും മന്നുണ്ട്. മായ്ക്ക് എന്താ പറയാ? മസ്മുക്ക പറഞ്ഞപ്പോഴത്തേക്ക് എന്താവും? മാ ഖബറാവും. അല്ലല്ലോ ഉസ്താദേ,
നേരത്തെ പറഞ്ഞ അങ്ങനെയല്ലല്ലോ നമ്മള് മന്നും മായും ഒക്കെ അല്ല ഇസ്മുൽ ഇസ്തിഫാം അല്ലേ? അതെ, പക്ഷേ ഇവിടെ പറഞ്ഞാണ് ഇസ്മുക്ക എന്ന് പറഞ്ഞപ്പോൾ, മസ്മുക്ക എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? ഇസ്മുക്ക എന്നത് മുബത്തതയായിരിക്കും, മാ അല്ല അത് ഖബറ്. അല്ലോ സാർ, മാ എന്നുള്ളത് മുബത്തതയായിരിക്കും. കേൾക്കുക, മുബ്തദയും. അവിടെ വിഷയം എന്താണ്? ഇസ്മുക്ക എന്നതാണ് വിഷയം. മാ അവിടെ ഖബറായി പോകും, ഖബർ മുഖദ്ദമായി പോകും. ആ ഓക്കെ. അതേസമയം മാ ബിക്ക എന്ന് പറഞ്ഞാല് വിഷയമില്ല, വിക്കാറുമ്പോ ജാറ് മജ്റൂറാണ്. ജാർ മജ്റൂർ. അപ്പൊ എന്താണ്? മാ മുബത്തതയാവും, ജാർ മജ്റൂർ ഖബറുമാകും. ഓക്കെ. അല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ ചോദിക്കാം, ലറഫ് വന്നിട്ട് ചോദിക്കാം അല്ലെ, മാ അമാമൽ മസ്ജിദി. ഏത്? അതുപോലെ തന്നെ ഇതും ചോദിക്കാം. അപ്പൊ നമ്മള് ജാറ് മജൂർ ചോദിച്ച പോലെ മാ അമാമൽ മസ്ജിദ് എന്ന് പറയാറില്ല, മാതാ അമാമൽ മസ്ജിദ് എന്ന് ചോദിക്കുള്ളൂ. അത് ശരി. അങ്ങനെ എന്താ ഉസ്താദേ അത്? അതെന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് എല്ലാം അറബി പറയുന്നത്. നമ്മൾ മലയാളത്തിൽ ഒരു കാര്യം പറയാം, അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? കാരണങ്ങൾ ഉണ്ടാവുമല്ലോ, ഒരു അടിസ്ഥാനം ഉണ്ടാവുമല്ലോ ഉസ്താദ് എന്തിനും. അതാ മാ എന്ന് ചോദിക്കാൻ പറ്റൂല അവിടെ. മാ അമാമൽ മസ്ജിദ് എന്ന് അത് ശരിയാവുന്നില്ല. അവിടെ മാതാന്ന് ചോദിക്കുള്ളൂ. അപ്പൊ ദാ എന്നുള്ള ഇത് വേണം. എന്ത് ലെറ്റർ എന്നാണ് പറയുക? അങ്ങനെയാണ് എന്റെ മൈൻഡ് പറയുന്നത്. ഈ സു എന്നുള്ളത് നമ്മള് ഇതിൽ പഠിച്ചല്ലേ, ഇസ്മുൽ ഹംസയില് അല്ലെ, അസ്മാ ഉൽ ഹംസത്തില് പഠിച്ചിട്ടുണ്ടല്ലോ. മാതായോ? ആദായല്ല ഇത്, അത് ദാദീദു. അതന്നല്ലേ വേണ്ടത്? അത് ദാദീദു എന്താ? അത് ദാദീദു ദാത്ത് ഫിർഔന ഔതാദ്. ഇവിടെ മൻസല്ലതി എന്നൊക്കെ പറഞ്ഞത് അത് വേറെ, മൻസല്ലതി അല്ല. മൻസല്ലതി അത് പെട്ടതാ. അപ്പൊ ഇവിടെ ഈ മായോട് കൂടിയിട്ടുള്ള നിസാലല്ല വരിക? മാതാ, ഹാദ എന്ന് പറഞ്ഞ പോലെ മാതാ. അത് ശരി, അങ്ങനെയാ, വേറെയാണ് അല്ലേ? മാതാ, മാതാ എന്ന് പറഞ്ഞത് വേറെയാണ്. അത് ശരി. മാതാ എന്നുള്ളത് മാതി എന്നാവോ? മാതി എന്നോ മാധു എന്നോ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. അതേസമയം ദായാണെങ്കിൽ ഫിർഔന ദിൽ ഔതാദ്, ദുൽ അർശിൽ മജീദ്. അപ്പോ ഔതാദും ദുൽ അർശിം വന്നു. ഇനി ഒരു മന്നും കൂടെ ഉണ്ട്. മൻഹാദ ശരിയാവില്ല. ശരിയാക്കണ്ടേ? മൻഹാദ എന്താ ശരിയാവാത്ത? മൻഹാദ അതാ ഖബർ മാരിഫി ആകുമ്പോഴത്തേക്ക് ഖബർ മാരിഫി ആകാൻ പറ്റില്ല. മാരിഫയാവും അല്ലേ? മൻ താലിബുൻ, മൻ മരീദ് എന്ന് ചോദിക്കാം. മൻ താലിബുൻ അവിടെ എല്ലാം ഒരുപാട് ആൾക്കാരുണ്ട്. മൻ മുദരിസിൻ, മൻ താലിബുൻ. സ്റ്റുഡന്റ് ആരാണ്, അധ്യാപകൻ ആരാണെന്ന് ചോദിക്കുന്ന പോലെ മൻ താലിബുൻ എന്ന് ചോദിക്കാം. ഇവിടെ എത്തി നമ്മള് മാറിപ്പോയാ? ഓക്കെ. ഇജ്അൽ കുല്ല ഇസ്മിൻ മിമ്മാ യഅതി ഖബറൻ. ഇനി എല്ലാത്തിനെയും ഖബറാക്കി പറയണം. സമയം 10 മണി. 10 മണിയായി. 10ആയി. നമ്മള് പഴയ പാടല്ലേ പഠിച്ചുള്ളൂ, പുതിയ പാടൊന്നും പഠിച്ചില്ലല്ലേ. എന്തായാലും ഖബറും കൂടെ പറഞ്ഞിട്ട് പോയാൽ മതി. നേരം വയ്യ ഉറക്കം കിട്ടൂല, അതാ പ്രശ്നം. നേരം വയ്യ ഉറക്കം കിട്ടൂല. പോവും. പിന്നെ അല്ല, അഷ്റഫ് സാഹിബ് പഴയ പാഠം ചോദിച്ചത് ഓക്കെ, നിങ്ങൾ എന്തിനാ പഴയ പാഠം ചോദിച്ചത്? പഴയതിൽ സംശയം ആദ്യം തീർക്കണ്ടല്ലേ, പുതിയത് പറഞ്ഞ.
അല്ല, ചോദിച്ച് ഉറപ്പുവരുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ സമയം നമ്മളൊന്നും പോയി. പഠിച്ചില്ല, അതുകൊണ്ടാ പറഞ്ഞത്. നമ്മൾ ഇവിടെ ഇതെന്താണ് മുതലാണ് വായിക്കേണ്ടിയിരുന്നത്. അല്ല ഇത് ഖബറാക്കുക അല്ലേ? ഈ തമ്മിലിന് മുതലാണ് വായിക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഒരു തമ്മിലിന് മാത്രം വായിച്ചിട്ട് പോയാൽ 1 മണിക്കൂറത്തെ ക്ലാസ് കഴിഞ്ഞാൽ അത് ഇവിടെ അന്നേരം അത്ര ക്ലിയർ ആയല്ലോ അത്. എല്ലാം ക്ലിയർ ആയോ? അത് ക്ലിയർ ആയി. അല്ലാതെ ഇത് ആ സംശയം പിന്നെ തീരൂല മുന്നോട്ട് പോയി. ഓക്കെ, ഇനി അങ്ങോട്ട് ഇത് പറയാൻ എളുപ്പമായിരിക്കും. ആയിക്കോട്ടെ. മഫ്തുഹത്താനിക്ക് ഒരു മുബ്തദ പറയും. ബാബാനി ബാബാ മഫ്തൂഹത്താനി. അൽ ബാബാനി മഫ്തുഹത്താനി. അൽ വേണം അല്ലേ? അൽ ബാബാനി. മുബ്തദ എന്തായിരിക്കണം? മാരിഫയാകണം. പക്ഷെ അവിടെ ബാബാനി വരും ഉസ്താദെ. മഫ്തൂഹ് ബാബ ഇതിനോട് കൂടി ഇലാഫത്തല്ലേ വരിക? ഖബറിന്റെ കൂടെ ഇളാഫത്താണ് വരുന്നത്. അല്ല അല്ല അല്ല, അൽ ബാബാനി മഫ്തൂഹത്താനി. ഓക്കെ. അൽ ബാബാനി മഫ്തുഹത്താനി. അന്നാഫ് മൂലക്കത്താനി അല്ല, അന്നാഫിദത്താനി. സോറി, മഫ്തുഹത്താനി മുഅന്നസാണ്. അപ്പൊ ബാബാനി പറയാൻ പറ്റില്ല. പറ്റില്ല. നാഫിലത്ത് എന്താണ്? നാഫിദത്താനി. അന്നാഫിദത്താനി അന്നാഫിദത്താനി മഫ്തുഹത്താനി. മഫ്തൂഹത്താനി. അതന്നെ പറയാം. മൂലക്കത്താനി. അത് തന്നെ തൽക്കാലം പറയാം, നമുക്ക് അല്ലെങ്കിൽ സമയമില്ല. അന്നാഫിദത്താനി മുഗലഖത്താനി. മൂലക്കത്താനി. പിന്നെ ജമീലക്ക് എങ്ങനെ മുബ്തദ പറയും? ജമീലത്തുൻ. അൽ ബൈത്തു ജമീലത്തുൻ. ബൈത്ത് ജമീലത്തിനാണോ? അല്ലല്ല, വേണ്ട വേണ്ട, വേറെ നോക്കാം. നിങ്ങളെ അൽ കാറ് അസ്സയ്യാറത്തു ജമീലത്തുൻ. ഓക്കെ. സയ്യാറത്ത് ജമീലത്തുൻ. പിന്നെ അത്താലിബൂന നാജിഊൻ. അത്താലിബൂന നാജിഹൂന. അടുത്തത് എന്താണ് മുത്തഹ? ഹുമ്മൊന്നും വേണ്ട. ഹുമ്മെന്തിനാ? അതും പറയാലോന്ന്. മുബ്തദയാവൂലേ? അല്ല, അങ്ങനെ ശരിയാവില്ല. ഉസ്താദെ ഹുമ്മൊക്കെ ആവുമ്പോഴേ അന്നാജിഹൂന. അല്ല ഹുമ്മാറിനല്ല ഇതല്ല കാരണം ഉസ്താദെ അത് മാരിഫായിട്ടല്ലേ വരിക ഹുമ്മൊക്കെ. മുസ്തത്തിറല്ലേ? അതെ. ഹും നാജിഹൂൻ എന്ന് പറഞ്ഞാൽ ലമീർ മുസ്തത്തിർ എങ്ങനെ ആവും? മുസ്തത്തിർ എന്ന് പറഞ്ഞാൽ ഹിഡൻ, ഫീൽഡിന്റെ അകത്തുള്ളതിനെയാണ് മുസ്തത്തിർ എന്ന് പറയുന്നത്. മുസ്തത്തിർ വേണ്ട. ഹും നാജിഊൻ പറയാലോ. അത്താലിബൂന് ഹും ചേർത്ത് ശരിയാവില്ല. ഇവിടെ ഖബറാണ്. നാജിഹൂൻ എന്താകണം? ഖബറാകണം. അതൊരു വിശേഷണാവില്ല. അന്നാജഹൂന, സോറി, അത്താലിബൂന നാജിഹൂൻ. അത്രേ ഉള്ളൂ. മുത്തഹജ്ജിബാത്ത് എന്ന് പറഞ്ഞ എന്താ? മുത്തഹജ്ജിബാത്ത്. ഹജ്ജിബാത്ത് എന്താ? ഹജ്ജിബാത്ത് ഇതാണ് മറ്റേ എന്താ പറയാ, ഹാജിമാര് ഹിജാബ് ഇടുന്നവര്. അത്താലിബാത്തും മുത്തഹജ്ജിബാത്തും. ആയിക്കോട്ടെ. അല്ല സബീനെ സംശയം. അപ്പൊ ഹും എന്ന് പറഞ്ഞത് വമീറനല്ലേ? അപ്പൊ ഹും എന്ന് പറഞ്ഞത് ലമീറാണ്. അത് ലമീർ എന്താണ്? ലമീർ പ്രത്യക്ഷത്തിലുള്ള ലമീറാണ്. അപ്പൊ നമ്മൾ എന്തിനാ അവിടെ ലമീറിനെ ഉപയോഗിക്കണം? ഇവിടെ നാജിഹൂൻ എന്ന് പറയുമ്പോ ഹും നാജിഹൂന എന്ന് പറഞ്ഞാല് ശരിയാവില്ല. ഇല്ല. നാജിഹൂൻ എന്ന് പറഞ്ഞാൽ തന്നെ നെഹ്നു വരുന്നുണ്ട് അവിടെ ഉള്ളില് അല്ലെ? മുസ്തത്തിർ വരുന്നുണ്ട്. അതേസമയം അത്താലിബൂന ഹുമുൻ നാജിഹൂന എന്ന് പറയാം. അവർ തന്നെയാണ് അന്നാജഹൂൻ എന്ന് പറയാം. അത് വേറെ അർത്ഥത്തിലാണ്. ഇവിടെ അൽ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ നാജിഹൂനെയാണ് ഉപയോഗിക്കാൻ പറഞ്ഞത്. പിന്നെ മുബ്തദയും ഖബറും വരുമ്പോ ഈ അല്ല് വരുന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. അല്ല കടന്ന് ആകാൻ പാടില്ല. കൈഫ ഹാലുക. കൈഫ ഹാലുക. ഓക്കെ. അയിന 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 മുദരിസുൻ അല്ലെങ്കിൽ അയിന അബൂഹു. അയിന അബൂഹു.
മാസ്മുക്കി. ഇയാൾ കുല്ലം മിമ്മ എത്തി ഖബറാകണം. ഖബറാണ്. അതിനെങ്ങനെ ഖബറാവും ഉസ്താദ്? ഏത്? അല്ല, വെയിറ്റ് അതിന് പറഞ്ഞുതരാം. കൈഫ ഹാലുക്ക എന്ന് പറഞ്ഞപ്പം കൈഫ ഖബറാണ്. ഹാലിക്ക് ആ ആ ആ കൈഫ ഹാലുക്ക എന്ന് ചോദിച്ചാൽ കൈഫ ഖബർ. അയിന അബൂഹു, അപ്പോഴും അതെ. അതെ, കൈഫ ഹാലുക്ക എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പിന്നെ ഹാലുക്കയാണ് എന്ത് മുബത്തദ, കൈഫ ഖബറാണ്. അയിന അബൂഹു എന്ന് ചോദിച്ചപ്പോഴും അതെ, അബൂഹു അബൂഹു അയിനെന്നാണ്, അയിന ഖബറാണ്. അതേപോലെ മായോ മസ്മുക്കി അല്ലെങ്കിൽ മസ്മുക്ക. മസ്മുഹു എന്നോ മസ്മുക്ക എന്നോ പറഞ്ഞപ്പോഴത്തേക്ക് എന്തായി? അതെങ്ങനെ അവിടെ ഉസ്താദ് അങ്ങനെ മനസ്സിലാക്കുക? അത് നമ്മൾ ഖബറായിട്ട് നേരത്തെ പറഞ്ഞില്ലേ, അതന്നെ, അത് ഖബറായിട്ട് ഷിബ് ജുംല വരുന്നുണ്ട്. വന്നാൽ ഷിബ് ജുംല ഖബറായിരിക്കും. അത് ശരി, അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ. മാരിഫയായ പദം വന്നാൽ മാരിഫയായത് മുബത്തദയായിരിക്കും. അപ്പൊ ഇസ്മുക്ക എന്ന് പറഞ്ഞാൽ മാരിഫയായ നാമമാണ് അല്ലേ? അപ്പോ അത് മുബ്തദയാവും. അത് മുബത്തദയും. മാ എപ്പോഴും എന്താണ്? അസ്മാഉൽ ഇസ്തിഫ്ഹാം എന്താണ്? അത് നെക്കിറയാണ്. അസ്മാഉൽ ഇവിടെ ഇസ്തിഫ്ഹാം നെക്കിറയാണ്. നെക്കിറ കൊണ്ട് തുടങ്ങാൻ പറ്റൂല. എല്ലായിടത്തും അങ്ങനെ വരുമോ? നെക്കിറയാണ് വരിക? ശരിക്കും നെക്കിറയാണ്, അങ്ങനെയാണോ? അല്ല, അസ്മാഉൽ ഇസ്തിഫ്ഹാം നെക്കിറയാണ്. പക്ഷേ ഓ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാം വീണ്ടും പറയേണ്ടി വരും. അതിനുശേഷം വരുന്നത് ജാർ മജ്റൂറോ ലർഫോ ആണെങ്കിൽ എന്താവും? അത് മുബത്തദയാവും. അത് മുബത്തദയാകൽ അനുവദനീയമായ നെക്കിറയാകും. അതേസമയം ഇസ്മുക്ക പോലെ മസ്മുക്ക പോലെ മാരിഫയായ നാമമാണ് വരുന്നതെങ്കിൽ, ഇസ്മുക്ക എന്ന് പറഞ്ഞാൽ ഇസ്മിനെ കായിഫിലേക്ക് ഇളാപത്ത് ചെയ്യപ്പോൾ എന്തായി? മാരിഫയായി. മാരിഫയായ നാമമാണ് വരുന്നതെങ്കിൽ അതെന്താകും? ഖബറായിരിക്കും. അപ്പൊ ഈ മായ എങ്ങനെ ഖബറാക്കുക ഉസ്താദ്? തലതിരിഞ്ഞ ഖബറാണ്. നമ്മളെ തല പോലെയാണ് ഇപ്പൊ ഒക്കെ തിരിഞ്ഞിരിക്കുന്നത്. എന്താണ് തലതിരിഞ്ഞ ഖബർ? അത് ഖബർ മുഖദ്ദമാണ്. മുകളിൽ പറഞ്ഞു, നമ്മൾ അവിടെ തുടങ്ങിയത്. നീ വീണ്ടും ഇരുന്ന് കേൾക്കേണ്ടി വരും. അയ്യോ, പ്രശ്നായി കൂടി. കൺഫ്യൂഷൻ, 2 സെന്റൻസ് എടുത്തിട്ടുള്ളൂ, പക്ഷെ കൺഫ്യൂഷനായി. അപ്പൊ ബാക്കി നമുക്ക് പിന്നെ വായിക്കാം. ബാക്കിയെല്ലാം ഈ വിഷയമാണ്. മൻ മത്ത ഇൻദ ഫൗക ഇൻദൽ ബൈത്തി മത്ത എപ്പോ വന്നു? മത്ത പറയോ? ഇന്ദൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മായോ? അല്ല, ജുംലയായോ? ഇല്ല, അത് ആക്കാലോ. അല്ല, ഇന്ത ഖബറാവണം അല്ലേ? ഇന്ദൽ ബൈത്തി വേറെന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാ പോരെ? വീടിന്റെ അടുത്ത് ഇന്ദൽ ബൈത്തി അല്ല മദ്രസത്തുൻ. അതല്ല. അപ്പൊ മദ്രസ മുബ്തദയായി, ഇന്ദൽ ബൈത്തി ലർഫായി, മറ്റേ എന്താണ് ലർഫും ഇതും വന്നു. എന്താണ് ലർഫ് മുലാഫ് അലൈഹി വന്നു. അപ്പോ ഇന്ദൽ ബൈത്ത് മുദരിസും, അല്ല സോറി, മുബ്തദയും ഇത് വന്നില്ലേ? ഖബർ മുഖദ്ദമായി. ഉസ്താദ് പോയാ വിഡ്ഢിത്തങ്ങള് കേട്ട് ഉസ്താദ് പോയി. ഖബറാക്കാനല്ലേ പറഞ്ഞത്? ഖബറാക്കാൻ പറയുമ്പോ എന്ത് ചെയ്യണം? അതന്നെ ഇപ്പൊ പറഞ്ഞില്ലേ ഉസ്താദെ. അൽ മുദരിസു ഇന്ദൽ ബൈത്തി, അല്ലെങ്കിൽ അൽ മുദരിസു ഇന്ദൽ മുദീരി. ഇന്ദൽ മുദരിസ് അല്ല, ഇന്ദൽ ബൈത്തി മുദരിസുൻ എന്ന് പറയാൻ പറ്റുമോ? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. അൽ മുദരിസു അൽ മുദരിസു ഇന്ദൽ മുദീരി പറയുന്നതിന് കുറച്ച് കോമൺ സെൻസ് കൂടെ ഉണ്ട്.
അല്ല അതെ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യൻ അൽ ബൈത്ത് എന്ന് പറയാൻ ബൈത്തു, പറ്റും. അധ്യാപകൻ അയാളുടെ വീട്ടിന് മുമ്പേസ്റ്റാണ്. അല്ലെങ്കിൽ അൽ ബൈത്തു ഇന്ദൽ മസ്ജിദി. അതെ, അങ്ങനെ പറയാം. അപ്പൊ അൽ ഒരേപോലെയുള്ളതാണല്ലോ. ബൈത്തു, ഇന്ദൽ മസ്ജിദി. അതെ അങ്ങനെ പറയാം. പിന്നെ ദൽ മസ്ജിദ് ആകുമ്പോ ജാറും ദർഫാണ്, അല്ല, ദർഫ്. അൽ ഖിത്തു ഫൗഖ സയ്യാറത്തി. ആ ഓക്കെ. നിങ്ങളവിടെ പൂച്ച ഒരുപാടുണ്ടായിരിക്കും. ഒറ്റൊന്നുമില്ല. ഓക്കെ. കിത്തുന്നുണ്ട്. കിത്ത്, ക്യാറ്റ്. ആ കിത്തത്തെന്ന് പറഞ്ഞാൽ ലേഡി ക്യാറ്റ്. തത്തുന്ന് പറയുമ്പോഴത്തേക്ക് ഫീമെയില്. ആ. അൽ കിത്ത് എന്ന് പറഞ്ഞാൽ ആ അതിപ്പോ നമ്മൾ ക്യാറ്റിൽ നോക്കുവോ? നിന്നാണ് ക്യാറ്റ് ഉണ്ടായത്. അൽ കിത്ത് എന്ന അറബി പദത്തിൽ നിന്നാണ് ക്യാറ്റ് ഉണ്ടായത്. ആ ആ, ശരി. അത് മുമ്പേ പറഞ്ഞിട്ടുണ്ട് നമ്മള്. അൽ കിത്ത്, ക്യാറ്റ്. കാറ്റ് അവര് സൗകര്യത്തിനനുസരിച്ച് കാറ്റാക്കി ആ, ഇംഗ്ലീഷുകാർ. കാരണം അത് അങ്ങനെയാണല്ലോ. ചിലപ്പോ ഈ ബോറോ ചെയ്യുമ്പോ ഡയറക്റ്റ് ആയിരിക്കില്ല ബോറോ ചെയ്യുന്നത്. അറബിയിൽ നിന്ന് സ്പാനിഷിലേക്ക് പോകും, സ്പാനിഷിൽ നിന്ന് അവിടെ നിന്ന് ബോറോ ചെയ്യും. അപ്പോ ഇംഗ്ലീഷ് സ്പാനിഷിൽ നിന്നും ബോറോ ചെയ്തെന്ന് ഇംഗ്ലീഷുകാർ പറയും. പക്ഷെ ഒറിജിനലി സ്പാനിഷുകാർ അറബിയിൽ നിന്നും ബോറോ ചെയ്തായിരിക്കും. അങ്ങനെ ഒരുപാടുണ്ട്. യൂറോപ്പ് സ്പീക്സ്. എല്ലാത്തിനും ഇങ്ങനെയാണോ പോവാ? ഈ സ്പാനിഷ് വഴിയാണോ പോവാ? അല്ല, എല്ലാറ്റിനും അല്ല. ഞാൻ പറഞ്ഞ സ്പെയിൻ ഒരു ഇസ്ലാമിക സംസ്കാരത്തിന്റെ കേന്ദ്രമായിരുന്നല്ലോ. ശരി. പോകാൻ ഒരുപാട് വഴിയുണ്ട്. ആ സ്പെയിന് രണ്ടാമത് ഇസ്ലാമിന്റെ സംസ്കാരത്തിലേക്ക് വരുമോ സാർ? എങ്ങനെ? അല്ല, അതിൽ നിന്ന് അവരുടെ ഭാഷയിലേക്ക് ആക്കി എടുത്തു. ആ യൗദു വാക്കിനെ കമാ ബദ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചു പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. അതെ. എപ്പോഴും മാറി മറിഞ്ഞൊക്കെ വരാം, കുഴപ്പമില്ല. മാറിയും തിരിഞ്ഞൊക്കെ വരും. മരുഭൂമിയിൽ യാ മുക്കല്ലിബൽ ഖുലൂബ് എന്ന് പറഞ്ഞ പോലെ ഹൃദയങ്ങൾ മാറി വരുന്ന പോലെ യാ മുക്കല്ലിബൽ ദുവൽ, രാഷ്ട്രങ്ങളെ മാറ്റിമറിക്കുന്നവനെ. പക്ഷെ ഇതെല്ലാം നമ്മളെന്താണ്, നമ്മൾ അതിന്റെ അസ്തിത്വം കീപ്പ് ചെയ്യുന്നില്ല. ഉസ്താദ്, ഈ ക്ലാസ് നാളെ എപ്പോഴാ ഇനി? ഇത് സുബൈക്ക് ശേഷം എന്തായാലും ഇടുള്ളൂ. നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഇത് കഴിഞ്ഞാൽ ഇത് ഒരു 5-6 മിനിറ്റ് എടുക്കും ഇത് കൺവെർട്ട് ചെയ്യാൻ വേണ്ടി. ആ കൺവെർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ജമ്പിയാവും. അതൊക്കെ മറക്കണെങ്കിൽ അടുത്തന്നെ ഒന്ന് വായിച്ചു നോക്കണം. ഇത് അല്ല, ഒരു ദിവസം കഴിഞ്ഞിട്ടാലും മതി. അതിലും അതെ അതെ, ഒരു ദിവസം കഴിഞ്ഞിട്ടാലും കുഴപ്പമില്ല. അതെ, ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് മറന്നു പോകും. തന്നെ ശരിയാണ്. അപ്പൊ നമ്മൾ വേറെ എന്തെങ്കിലും പഠിക്കാണ്ടാവും. അതെ അതെ, സുബൈക്ക് വരുമ്പോഴത്തേക്ക് കമ്പ്യൂട്ടർ ഓൺ ആയിരിക്കും, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും സംഭവം ഉണ്ടാകും. അപ്പൊ അന്നേരമാണ് ഓർമ്മ വരിക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറിൽ ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലാ ലിഖാഇ ബിഇദ്നില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം. വഇയ്യാക്കും.